ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം. എൻ്റെ മറ്റ് വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് വളരെയധികം താങ്ക്സ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് ഗെയിമില്ലേ, ആ ഗോൾ ഫുൾഫിൽ ചെയ്യുന്ന ആ ടൈം പീരീഡിൽ ഒരു വെയിറ്റിംഗ് ഗെയിം, അതെങ്ങനെയാണ് നമുക്ക് ഒരു നെഗറ്റിവിറ്റിയോ ഫ്രസ്ട്രേഷനോ ഇല്ലാതെ നമുക്കെങ്ങനെ ഗ്രേസ്ഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റും, അതാണ് ഇന്നത്തെ ടോപ്പിക്. നിങ്ങളിപ്പം കുറേ കാലമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് അബണ്ടൻസ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ആർ പുട്ടിങ് ഓൾ യുവർ എഫേർട്ട് ടു അച്ചീവ് യുവർ ഡിസയർ ഓർ ഗോൾ. But currently at the moment the result are not here yet. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ മേ ബി നിങ്ങൾ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ സ്റ്റിൽ ഒരു ഫിസിക്കൽ ഫോമിൽ വാട്ട് എവർ യു ആർ ട്രൈങ് അതങ്ങ് മെറ്റീരിയലൈസ് ചെയ്തിട്ട് ഇതുവരെ കാണുന്നില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ ലോ ഓഫ് അട്രാക്ഷൻ റിയലി സംഭവിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും എനർജറ്റിക്കലി മാച്ച് ആവണം. അതായത് ആ പ്രോസസ് ഓഫ് ദി യൂണിവേഴ്സ് നീഡ് ടു ബി അലൈൻഡ് എനർജറ്റിക്കലി. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മളുടെ റിയാലിറ്റി ഒരു മിറർ പോലെയാണെന്നുള്ള കാര്യം. ആ മിററിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ മിറർ ഈസ് ലൈക്ക് എ ഡ്യുവൽ മിറർ. ഡ്യുവൽ മിറർ മീൻസ് നമ്മൾ കാണുന്ന ഭാഗത്തിൽ നമ്മുടെ റിയാലിറ്റി, ഓൺ ബിഹൈൻഡ് ഓഫ് ദാറ്റ് മിറർ നമ്മളെ ഡ്രീംസ്, നമ്മുടെ ഡിസയേഴ്സ്, നമ്മളെ വിഷ്വലൈസേഷൻ, ഇതെല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ മിററിൽ നോക്കി നമ്മളെ ഹാൻഡ് റേസ് ചെയ്യുമ്പം ഇമ്മീഡിയറ്റ്ലി നമ്മളെ റിഫ്ലക്ഷൻ ഹാൻഡ് റേസ് ചെയ്തതായിട്ട് കാണില്ല, ബിക്കോസ് ഓഫ് ദ ഡിലേ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ എത്രമാത്രം നമ്മളെ ഗോളുമായിട്ട് എനർജറ്റിക്കലി മിസ്അലൈൻഡ് ആണോ അത്രയും ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ അത്രയും ഡിലേ ഉണ്ടാവും ആ റിഫ്ലക്ഷൻ ബാക്ക് ടു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ മിസ്അലൈൻ വിത്ത് യുവർ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾദോ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? ഐ ആം നോട്ട് ക്വൈറ്റ് ഷുവർ, എനിക്കറിയില്ല, എൻ്റെ ആഗ്രഹം അതാണ്, കിട്ടുമോ, അതൊക്കെ നടക്കുമോ, ഈ ഒരു ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ മിസ്അലൈൻമെൻറ്റ് വിത്ത് ദ എനർജി ഓഫ് വാട്ട് യു ആർ ട്രൈങ് ടു അച്ചീവ്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഏറ്റവും നമ്മൾക്ക് നിരാശയും ഫ്രസ്ട്രേഷനും വരാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഗോളിന് ടുവേർഡ്സ് ആയിട്ട് നമ്മൾ സിമ്പിൾ സ്റ്റെപ്സ് എടുക്കുക. നമ്മൾ സിമ്പിൾ സ്റ്റെപ്പ് എടുക്കുമ്പം നമ്മൾ വിൽ ബി ക്ലോസർ ടു ദ അലൈൻമെൻറ്റ് വിത്ത് ദ യൂണിവേഴ്സ്. ആ സിമ്പിൾ സ്റ്റെപ്സ് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും. മദർ നേച്ചർ ഓർ യൂണിവേഴ്സിന് നമ്മളെ എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ട് വരികയും ഈ ഹൈ വൈബ്രേഷനുള്ളതെല്ലാം നമ്മുടെ ഗോള് നമ്മുടെ വൈബ്രേഷനുമായിട്ട് മാച്ച് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ എനർജറ്റിക്കലി അലൈൻഡ് അല്ല എന്നുള്ള മാത്രമല്ല, നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഔട്ട്കത്തിൻ്റെ വളരെ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വളരെ സ്ട്രെസ്സ് ഫീൽ ചെയ്യുക. അതായത് നമുക്കെന്ന റിസൾട്ട് കിട്ടിയേ മതിയാവൂ എന്നുള്ള ഒരു സ്ട്രെസ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എനർജറ്റിക്കലി മിസ്അലൈൻഡായി പോകാനുള്ള സാധ്യതയുണ്ട്. വേറൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഡിസയർ ചെയ്യുന്ന സമയത്ത് ഒരു എക്സസ് എനർജി പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് ഓൾ ഇൻ എൻ എനർജി ഫോം, റൈറ്റ്? അപ്പം ഒരു പൊട്ടൻഷ്യൽ അവിടെ ക്രിയേറ്റ് ആവും. അപ്പം ആ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആവുന്ന സമയത്ത് നമ്മളെ യൂണിവേഴ്സിന് ആ പൊട്ടൻഷ്യൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു പ്രോസസ്സ് നടക്കും. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും എനർജി ഫ്ലോ ചെയ്യുക ലീസ്റ്റ് റെസിസ്റ്റൻസ് വേയിലാണ്. എന്താ ലീസ്റ്റ് റെസിസ്റ്റൻസ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് കാര്യമാണോ എളുപ്പത്തിൽ നടക്കാൻ പറ്റുക ആ കാര്യമാണ് നടക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ ഈ ഡിസയർ ഉണ്ട്, ഭയങ്കരമായൊരു ഡിസയർ ഉണ്ട്. അപ്പോൾ ഡിസയർ കൊണ്ട് നമ്മളൊരു എക്സസ് പൊട്ടൻഷ്യൽ യൂണിവേഴ്സിലേക്ക് സെൻഡ് ചെയ്തു. അപ്പം യൂണിവേഴ്സ് എന്താണ് ശ്രമിക്കുക? ആ എക്സസ്
പൊട്ടൻഷ്യൽ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി either universe will give that desire or just take that thing, all of it from us, so that that excess potential is nullified. So ആ സിനാരിയോയിൽ നമ്മളെ ഡിസയറിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഡിസയർ കൊണ്ടുണ്ടാക്കുന്ന എക്സസ് പൊട്ടൻഷ്യൽ നള്ളിഫൈ ചെയ്യാണ്ടായി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പേഡ് ആക്ഷൻസ് എടുക്കണം. ദാറ്റ് വേ ഈ എനർജി വിൽ ബി ചാനലിങ് ടു ദ ആക്ഷൻസ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്കൊരു ഡിസയർ, നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം. അതായത് ആക്ച്വലി റിയലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേഗമായിട്ട് ആവാൻ പാടില്ല നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ്, ഇത് കൂടാണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഔട്ട്കത്തിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കാതിരിക്കുക, നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. അതായത് again we are coming to the same point that trust in the process, trust the universe and have that knowing. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കറിയാം whatever we are presenting to the universe, നമുക്ക് going to get it എന്നുള്ള കാര്യം. ആ കോൺഫിഡൻസും ആ ട്രസ്റ്റും നമ്മൾക്ക് ഉണ്ടാവണം. ഞാൻ ഈ പറയുന്ന കണ്ടൻറ്റ് വളരെ യൂസ്ഫുള്ളാണ്, അതെനിക്കറിയാം. ഞാൻ വീണ്ടും വളരെ നല്ല കണ്ടൻറ്റുമായി വീണ്ടും വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും എനിക്കറിയാം. ഹാവ് എ നൈസ് ഡേ.